ബലിതർപ്പണത്തിനായി എത്തിയവരുടെ വലിയ തിരക്കാണ് തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലുള്ളത്. 9 ബലി മണ്ഡപങ്ങളിലായി ഒരേ സമയം 3000 പേർക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വലിയ പോലീസ് സന്നാഹവും ക്ഷേത്ര പരിസരത്തുണ്ട്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു. ഇപ്പോഴും വലിയ തിരക്ക് നമുക്ക് കാണാം. 9 ബലിമണ്ഡപങ്ങളിലാണ് ഈ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 9 ബലിമണ്ഡപങ്ങളിൽ ഏതാണ്ട് 3000-ഓളം ആളുകൾക്ക് ഒരേ സമയം പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ പോലീസ് സന്നാഹം പുറത്തുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ദിവസവും ബലിതർപ്പണത്തിനുള്ള അവസരം ഉള്ള ക്ഷേത്രമാണ്. ഈ ദിവസം കർക്കിടവാവിൻ്റെ ഈ ദിവസം ഏറ്റവും പ്രധാനമാണ് ഇവിടെ ഭക്തരെ സംബന്ധിച്ച്. അവർ ബലിയർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നു. അത്തരത്തിൽ ബലിയർപ്പിച്ച ശേഷം ഈ ക്ഷേത്രക്കടവിൽ പോയി ശുദ്ധിയായ ശേഷം തിലഹോമവും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. തിലഹോമവും കഴിച്ച് പരശുരാമ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് ഭക്തർ മടങ്ങുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ഒപ്പം വർക്കല പാപനാശം, പിന്നീട് ശംഖുമുഖം, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ബലിതർപ്പണത്തിലുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഇപ്പോൾ നിരവധി ഭക്തർ പുലർച്ചെ മുതൽ 2 മണി മുതലാണ് ഇതിനുള്ള സമയം തുടങ്ങിയത്. അതിൻ്റെ ഉച്ചവരെ ഈ ബലി അർപ്പിക്കാനുള്ള സൗകര്യവും ഉണ്ട്. എന്നാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവല്ലത്തേക്ക് ഈ ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് ടോൾ ഒഴിവാക്കി നൽകിയിട്ടുണ്ട് പോലീസ്. എല്ലാ സജ്ജീകരണവും നൽകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതാണ്. ഒപ്പം ഈ സൗകര്യം ഉച്ചവരെ തുടരും. പലതരം ചുറ്റും വലിയ മഴയുണ്ട്. വലിയ മഴയിലും ആളുകൾ നമുക്ക് പുറത്ത് കാണാം, കാത്തു നിൽക്കുകയാണ്. ബലിതർപ്പിക്കാനുള്ള ആളുകൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇടയ്ക്ക് രാവിലെ മഴ പെയ്തപ്പോൾ ആ തിരക്ക് ഒന്ന് ചെറുതായി കുറഞ്ഞിരുന്നു. പിന്നെയും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. നിലവിൽ എന്തായാലും പുറത്ത് നമ്മൾ കയറി വീഴുന്ന വഴിക്ക് തന്നെ വലിയ കൗണ്ടറുകളിലേക്കുള്ള ക്യൂ അത് തിങ്ങി നിറഞ്ഞിരുന്നു. അപ്പോഴും ഇവരെ അധിക സമയം കാത്തു നിൽക്കാൻ അനുവദിക്കാതെ പോലീസ് കടത്തിവിടുകയാണ്. നിലവിലും ഇപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണ്. അപ്പോഴും ഭക്തജനങ്ങൾ പരശുരാമ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. നെല്ലൈ മുരുകനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.